വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കാറളത്ത് ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ഡിവൈഎഫ്ഐ ആക്രമണത്തിൽ ബി.ജെ.പി പ്രവർത്തകന് കുത്തേറ്റു. പ്രവർത്തകനായ വിഷ്ണുവിനാണ് കുത്തേറ്റത്. കാറളം പഞ്ചായത്തിൽ ഇന്ത്യയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു സിബു ഏലിയാസ് എന്നയാളുടെ നേതൃത്വത്തിൽ കണ്ടാലറിയാവുന്ന ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാസംഘം പ്രകടനത്തിനിടയിലേക്ക് പാഞ്ഞുകയറി വിഷ്ണുവിനെ കുത്തിയെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, CPM വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തൃശൂർ കാറളത്തും ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ ആക്രമണമുണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? പരിക്കേറ്റ പ്രവർത്തകന്റെ ആരോഗ്യസ്ഥിതിയും എങ്ങനെയാണ്? KP, അതായത് BJPയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൽ വിറളിപൂണ്ട CPM പച്ചയായിട്ടുള്ള അക്രമം നടത്തുന്നു. അതായത് BJP പ്രവർത്തകർക്ക് നേരെ പലപ്പോഴായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അവർ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. അത് വിജയം, അതായത് BJP വലിയൊരു വിജയം. കാറളം പഞ്ചായത്തിൽ 6 സീറ്റുമായിട്ട് BJP വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയായിരുന്നു. അതായത് 6 സീറ്റ് ആണ് BJP ഉള്ളത്. ആ പഞ്ചായത്തിൽ ടൈ ആണ് നിലവിൽ. ഒരേ കക്ഷി നില വന്നതിനാൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും ഭരണം നിശ്ചയിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് BJP വളർന്നതിൽ വലിയൊരു ബുദ്ധിമുട്ടിലല്ലേ, വലിയൊരു ആഘാതത്തിലാണ് CPM ഉള്ളത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ പല കോണിൽ നിന്നും അവർ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുന്നംകുളത്തടക്കം വലിയ രീതിയിൽ CPM അക്രമം അഴിച്ചുവിടുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം നമുക്ക് കാറളം പഞ്ചായത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കാണുവാൻ വേണ്ടി. കാറളത്ത് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് നേരെയാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ ഒരക്രമം ഉണ്ടായിരിക്കുന്നത്. സിബു ഏലിയാസ് ലൗലി എന്നയാളുടെ നേതൃത്വത്തിൽ കണ്ടാൽ അറിയാവുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ പ്രകടനത്തിനിടയിലേക്ക് കയറി BJP പ്രവർത്തകനായിട്ടുള്ള വിഷ്ണുവിനെ കുത്തിയത്. കുത്തേറ്റ വിഷ്ണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായിട്ട് പരിക്കേറ്റ വിഷ്ണു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതായത് പല ഭാഗങ്ങളിലും, തൃശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വലിയ സംഘർഷത്തിനുള്ള പോപ്പ് കൂട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. സാനു, ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിടുകയാണ് CPM. പ്രത്യേകിച്ച് ഈ തൃശ്ശൂരിൽ അങ്ങിങ്ങ് അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? BJPയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ലേ? KP, സാധാരണ നിലയിൽ ഒരു ആഘോഷ പ്രകടനമൊക്കെ നടക്കുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം ഉള്ളതാണ്. സമാന നിലയിൽ തന്നെ കാറളത്തും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ കയറി വന്ന് അക്രമം നടത്തുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിന്നു എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതായത് ഈ വിഷ്ണുവിനെ കുത്തി മലർത്തുന്നത് വരെ, കുത്തേക്കുന്നത് വരെ ഈ പോലീസുകാർ കാഴ്ചക്കാരായിട്ട് നിന്നു. ഈ സംഘർഷത്തിന് ശേഷമാണ് പോലീസ് വിഷയത്തിലേക്ക് ഇടപെടുന്നത്. അത് മാത്രമല്ല, സിബു ഏലിയാസ് ലൗലി എന്നയാള് അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് പോകുന്നത് വരെ പോലീസ് ഇടപെട്ടിട്ടില്ല, കാഴ്ചക്കാരായി നിന്നു എന്ന് തന്നെയാണ് BJP ആരോപിക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കുന്നംകുളത്തടക്കം ഇന്നലെ വൈകിട്ടും സമാന നിലയിൽ സംഘർഷമുണ്ടായിരുന്നു. കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ മുന്നേറ്റം നടത്തിയ എല്ലാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് CPM വലിയ രീതിയിൽ സംഘർഷം നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. കൊച്ചു കുട്ടികൾക്ക് നേരെ പോലും ഇത്തരത്തില് സംഘർഷം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. KP, തൃശൂർ കാറളത്ത് BJPയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ ആക്രമണമുണ്ടായത്. വിഷ്ണു എന്ന BJP പ്രവർത്തകനെ കുത്തേറ്റു. കാറളം പഞ്ചായത്തിൽ ഇന്ത്യയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു സിബു ഏലിയാസ് എന്നയാളുടെ നേതൃത്വത്തിൽ കണ്ടാലറിയാവുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടാസംഘമാണ് ആക്രമണം നടത്തിയത്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.